ഹലോ എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നിതാ നല്ല കുഞ്ഞു ആഗോലി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് വെച്ച് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയെടുക്കാമെന്ന് കരുതി. ഈ കുഞ്ഞു ആഗോലി വെറുതെ ഫ്രൈ ആക്കി കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റ് അല്ലേ? നന്നായി വൃത്തിയായി കഴുകിയ ശേഷം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പും പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. അപ്പോൾ നമുക്കിന്ന് കുറച്ച് ദൂരെ പോകാനുണ്ട്. അപ്പോൾ വരുമ്പോഴത്തേക്കും എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് പോകുന്നതല്ലേ നല്ലത്. ഈ പുറത്ത് പോയി വന്നിട്ട് അടുക്കളോട്ട് കയറുന്നത് കുറച്ച് മടിയുള്ള കാര്യം തന്നെയല്ലേ. ഇനി നമ്മുടെ ആഗോലി കുട്ടന്മാരെ ഇതുപോലൊന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. കുറച്ച് ആഡംബരത്തിന് കറിവേപ്പിലയും കൂടി വിതറി കൊടുക്കാം. ഇനി അത് ഫ്രൈ ആക്കി എടുത്ത അതേ എണ്ണയിൽ തന്നെ കുറച്ച് ഉള്ളി, തക്കാളി, പച്ചമുളക് ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. അത് വയന്ന് വന്നതിന് ശേഷം അതിലേക്ക് കുറച്ച് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടിയും കൂടി ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ആക്കി എടുക്കാം. എന്നിട്ടൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. അപ്പോഴേക്കും നമുക്ക് ഒരു അരപ്പുണ്ടാക്കി എടുക്കാറുണ്ട്. അപ്പോൾ തേങ്ങയിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ജീരകവും കൂടി ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാം. എന്നിട്ട് ആ അരപ്പ് വഴറ്റി വെച്ച തക്കാളിയിലേക്കും ഉള്ളിയിലേക്കും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഫ്രൈ ആക്കി വെച്ച മീൻ ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ഉണ്ടാക്കുന്നത് മലബാർക്കാരുടെ സ്പെഷ്യൽ മീൻ വെച്ച പത്തിലാണ്. കുറച്ച് അരിപ്പൊടിയിലേക്ക് ഉപ്പും വെള്ളവും കൂട്ടിയിട്ട് നമ്മൾ പത്തിലിന് കുഴക്കുമ്പോൾ അതുപോലെ ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് വായലിലേക്ക് ഇതുപോലെ വട്ടത്ത് പരത്തിയെടുക്കാം. എന്നിട്ട് മസാല വെച്ച് കൊടുക്കാം. അതിന് മുകളിൽ മീൻ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വേറൊരു വായല എടുത്തിട്ട് ഇതേപോലെ ഒന്ന് വട്ടത്ത് പരത്തി എടുത്തിട്ട് അതിന് മുകളിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി അതൊന്ന് ആവി കയറ്റി എടുക്കുമ്പോഴേക്കും പത്തില റെഡിയായി. അപ്പോൾ ചൂടോടെ ഒരു പകുതി ഞാനും കഴിച്ചിട്ട് നമ്മൾ നേരെ പോവേണ്ട സ്ഥലത്തേക്ക് വിട്ടു. അപ്പോൾ ടാറ്റയൊക്കെ പറഞ്ഞിട്ട് മമ്മ പോകുന്നതെങ്കിലും പകുതി എത്തിയപ്പോഴേക്കും ആളങ്ങ് ഉറങ്ങിപ്പോയി. വഴിക്ക് വെച്ച് അവൻ ഛർദ്ദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ പോയതുപോലെ തന്നെ നേരെ തിരിച്ച് വീട്ടിലേക്ക് തന്നെ വിട്ടു. അങ്ങനെ ഉച്ചക്കത്തെ ചോറൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ സുഖമായി കിടന്നുറങ്ങി. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം കേട്ടോ.